ഇന്ന് എൻ്റെ മോട്ടോർ സൈക്കിളായ ഹാർലി ഡേവിഡ്സൺ XF40യുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. 9,000 കിലോമീറ്റർ ആയി ഇപ്പോൾ ഈ വണ്ടി ഓടിയേക്കുന്നത്. അതും ഒരു 1,300 കിലോമീറ്റർ കൊച്ചി ടു ഹൈദരാബാദ് ലോങ് റൈഡ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെയും കൂടെ എക്സ്പീരിയൻസോടെ ആയിരിക്കും ഈ ഓണർഷിപ്പ് റിവ്യൂ പറയുന്നത്. ഇതിൻ്റെ പവർ, ഇതിൻ്റെ കംഫർട്ട്, ലോങ് ട്രാവൽ കംഫർട്ട്, മൈലേജ്, അങ്ങനെ എൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസ്. On 1 year I 9,000 kilometers I, and I will be sharing all these details what I felt about the motorcycle. So 9,000 kilometers അല്ലെങ്കിൽ ഒരു 1 year ഓണർഷിപ്പ് റിവ്യൂവിൽ ഐ ആം വെരി ഹാപ്പി വിത്ത് ദിസ് മെഷീൻ. മുമ്പോട്ട് പോകുന്തോറും ഓരോ ഇയർ അപ്ഡേറ്റ് ആകുന്തോറും ഞാൻ അതിൻ്റെ പുതിയ റിവ്യൂസ് പോസ്റ്റ് ചെയ്യാം. ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ എങ്ങനെയായി, ഇപ്പോൾ 9,000 ഓടിയിട്ടുള്ളൂ, കിലോമീറ്റർ കൂടുന്തോറും എങ്ങനെ പോകുന്നു, ഹൗ ഇതിൻ്റെ പെർഫോമൻസ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ അപ്ഡേറ്റ്സ് ജെനുവിൻ ആയിരിക്കും. ബിക്കോസ് എനിക്ക് വണ്ടികൾ മോശമായി കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കുന്ന ഒരാളും കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി ഐ വിൽ പോസ്റ്റ് വാട്ട് എവർ ഐ ഫീൽ ജെനുവിൻലി ഓൺ ദിസ്. നിങ്ങൾക്കൊരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിവ്യൂ മാത്രം കണ്ടാൽ പോരാ, ഗോ ടേക്ക് എ ടെസ്റ്റ് ഡ്രൈവ്. നിങ്ങളുടെ ഫീലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതൊരു സ്ട്രൈറ്റ്ലി ന്യൂലി ഡെറൈവ്ഡ് എഞ്ചിനാണ്. ദിസ് എഞ്ചിൻ ഈസ് ഹെവൻ. ഒരു ഫൈനൽ വെർഡിക്റ്റ്, ആരെടുക്കണം ഹാർലി X440 എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള 3 റീസൺസ് ആണ്. നല്ല പവർഫുൾ ആയിട്ടൊരു മെഷീൻ വേണം, റിലാക്സ് ആയിട്ട് സിറ്റി കൂടെ ഓടിക്കാൻ പറ്റണം, ഗിയർ ഒരുപാട് മാറ്റാതെ. ഉള്ള ഗിയറിൽ എല്ലാ ഗിയറിലും ഇത് ഹാപ്പിയാണ്, ഏത് സ്പീഡിൽ പോയാലും ഹാപ്പിയാണ്. ഗിയർ മാറ്റാൻ വേണ്ടി നമുക്കൊരു തോന്നത്തില്ല. റിലാക്സ്ഡ് റൈഡ് വേണം, അത്യാവശ്യം മൈലേജും വേണം. ഇതെല്ലാം ഒരുമിച്ച് തരുന്ന ഒരു പവർ പാക്കാണ് ഹാർലി ഡേവിഡ്സൺ X440 എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു ബ്രാൻഡ് വാല്യൂ നമുക്ക് കിട്ടും. ബ്രാൻഡ് വാല്യൂ ഹാർലി ആയതും കൊണ്ട് യു വിൽ ഗെറ്റ് ദറ്റ് ബ്രാൻഡ് വാല്യൂ. ഹീറോ ഉണ്ടാക്കുന്നതും കൊണ്ട്, ഹീറോ നിർമ്മിക്കുന്നതും കൊണ്ട് ഇതിന് പാർട്സ് ഒക്കെ ചീപ്പായിരിക്കും, ഒരുപാട് ഹെവി അല്ല. സർവീസ് ഇപ്പം ഫ്രീ സർവീസസ് ആണ് കണ്ടിന്യൂ ആകുന്നത്. അതുകൊണ്ട് എനിക്ക് സർവീസസിന് പൈസ പേയ്യേണ്ട. എന്നാലും 10,000 കിലോമീറ്റേഴ്സ് കൂടുമ്പോൾ ഒരു സർവീസ് മതി. സോ അതും ഒരുപാട് നിങ്ങൾക്ക് ഹെഡേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. സോ ഇറ്റ്സ് മച്ച് ഈസി ടു മെയിൻറ്റെയിൻ ഓൺ ഇന്ത്യൻ റോഡ്സ്. ഞാൻ ഈ വണ്ടി എടുക്കുമ്പം ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഒരിക്കലും ബ്ലോൺ അപ്പ് ആയിരുന്നില്ല. സ്പ്രെഡ്ഷീറ്റിൽ അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് ഡെലിവറിങ് 27 HP ആണ് എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, BHP ആണ് എൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ആൻഡ് ഐ എം നോട്ട് ബ്ലോൺ അപ്പ് വിത്ത് ദാറ്റ്. 440cc 27 BHP ഉള്ളൂ, അങ്ങനെയായിരുന്നു എൻ്റെ തോട്ട് ആദ്യം പോയത്. ഓക്കെ റൈറ്റ്. പിന്നെ റൈറ്റ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ ടോർക്ക് ഫിഗേഴ്സ് ഇൻട്രസ്റ്റ് ചെയ്ത് 38 Nm ടോർക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ സ്പീഡ് 400ൻ്റെ ടോർക്കും ഇതും എനിക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഇഷ്ടപ്പെട്ടു. കാരണം അത് 37.5 Nm ടോർക്ക് ഉണ്ട് ആൻഡ് 40 BHP പവറും ഉണ്ട്. അത് ഓക്കെ, അത് 400 ആണെങ്കിൽ ഇതല്ലേ ബെറ്റർ എന്നൊക്കെ എനിക്ക് തോന്നി ആദ്യം. ബട്ട് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ടോർക്കൊക്കെ പെട്ടെന്ന് കിട്ടും. തൊട്ടാൽ ടോർക്കാണ് ഈ വണ്ടിക്ക്, എവിടെ തൊട്ടാലും ടോർക്കാണ്, ഏത് ഗിയറിൽ തൊട്ടാലും ടോർക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വലിച്ചുകൊണ്ട് നമ്മൾ ഈ വണ്ടി പോകും, ആ ഒരു വലിക്കുന്ന ഒരു ഫീൽ കിട്ടും. കാരണം ടോപ്പ് സ്പീഡ് ഒരു 150 പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരു 100 എബോവ് ഏത് സ്പീഡ് ഈ ബൈക്കിന് പോയാലും ഐ എം നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. ഈ വിൻ ബ്ലാസ്റ്റ് കാരണം എനിക്ക് വലിയ കംഫർട്ടബിൾ അല്ല. സോ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഇത്രയും ടോർക്ക് ഉള്ളതും കൊണ്ട് ഈ BHP ടോർക്ക് ഒന്ന് നോക്കി നിങ്ങൾ കൺഫ്യൂസ് ആകരുത്. ഇറ്റ്സ് പവർഫുൾ. പിന്നെ എബോവ് ഒരു 120, ഒരു 150 അടിക്കണം, 160 അടിക്കണം, അങ്ങനെ ഒന്ന് റേസ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഗോ ഫോർ ദാറ്റ്, അതായിരിക്കും നല്ലത്. ബട്ട് റിലാക്സ്ഡ് റൈഡാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് അത്യാവശ്യം പവറും വേണം, ടോർക്കും വേണം. ഒരു ക്ലാസിക് 350 അല്ലെങ്കിൽ ഒരു ക്ലാസിക് 650 അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഫീൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഐ തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് ചോയ്സ്. ആക്ച്വലി ഈ ഒരു X440യുടെ ശരിക്കുള്ള ഫീൽ അറിയണമെങ്കിൽ ഇതെടുത്ത് മൂന്നാർ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലൊക്കെ നമ്മൾ പോകണം. ഹില്ലി ഏരിയ കൂടെ ഓടിച്ച് കഴിയുമ്പോഴാണ് ശരിക്കും എൻ്റെ ഒരു രസം, എൻ്റെ സുഖം. അല്ലെങ്കിൽ ഒരു 60-70 ഓടുന്ന ഒരു ഹൈവേ കൂടെ ടെസ്റ്റ് ഡ്രൈവ് ഓടിക്കണം. അങ്ങനെയും കൂടെ ഓടിച്ച് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഈ ഒരു വണ്ടിയായിട്ട് വി വിൽ ഫാൾ ഇൻ ലവ് വിത്ത് ദ മെഷീൻ. സോ നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ യു മേക്ക് ഷുവർ യു റൈഡ് ലിറ്റിൽ ലോങ്, കുറച്ചൊരു സ്പീഡി ആയിട്ടും പല കണ്ടീഷനിൽ ഓടിക്കാനൊന്ന് ഷുവർട്ടി വരുത്തിയാലേ ഈ വണ്ടി നല്ല ഏത് വണ്ടിയാണെന്ന് നമുക്കൊരു ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. സോ ടേക്കിംഗ് എ ടെസ്റ്റ് റൈഡ് ഒരുപാട് ട്രാഫിക് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് ബെറ്റർ ടു കൺഫേം മെഷീൻ. പക്ഷേ ആഫ്റ്റർ റൈഡിങ് ദിസ് 9,000 കിലോമീറ്റേഴ്സ് ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ മെഷീൻ. ഈ മെഷീൻ ഞാൻ ഇനി വിൽക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐ വിൽ കീപ്പ് ഇറ്റ്. എൻ്റെ മൈൻഡ് ചേഞ്ച് ആയില്ല. ബിക്കോസ് ഒരു വർഷമായി. അങ്ങനെയാണെങ്കിൽ മടുക്കുവാണെങ്കിൽ ഇപ്പം മടുക്കേണ്ട ടൈമായി. നോ, ദിസ് ഇസ് ഗുഡ്. ഇത് കൊള്ളാം. ഇതിന് അതിൻ്റെതായ ഒരു ക്യാരക്ടറുണ്ട് ദാറ്റ് കീപ്സ് യു ഗോയിങ്. നമ്മളൊരു വണ്ടി എടുത്താലും ഫോൺ എടുത്താലും ആദ്യത്തെ ഉള്ള ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പം പോകും അല്ലേ, അതായത് അങ്ങനെയൊക്കെ. പക്ഷേ ലൈക്ക് X440 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാകില്ല. യു വിൽ ഫാൾ ഇൻ ലവ് വിത്ത് ഹൗ യു റൈഡ്, ദ ഫീൽ ഓഫ് ദ റൈഡ്,
നിങ്ങൾക്ക് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു സന്തോഷം, ഒരു ചെറിയൊരു തമ്പോടെ, ചെറിയൊരു റിലാക്സേഷനോടെ, റിലാക്സ്ഡ് ബൈക്കാണ്. അപ്പോൾ അതൊക്കെ പോയാൽ മതി, ഒരു കുഴപ്പമില്ല. അവൻ സ്പീഡ് കൂട്ടാനും നമ്മൾ നിർബന്ധിക്കില്ല, ഏത് സ്പീഡിൽ പോയാലും ഇറ്റ് വിൽ സപ്പോർട്ട് യു. അപ്പം അങ്ങനെ ഓടി റിലാക്സ് തമ്പായിട്ട് നമുക്കൊരു പഴയൊരു ക്ലാസിക് 500 ഒക്കെ ഓടിക്കുന്ന ഫീലാണെന്നാണ് ഒരുപാട് റിവ്യൂസ് ഒക്കെ പറയുന്നത്. ഐ നെവർ റോഡ് എ ക്ലാസിക് 500, ക്ലാസിക് 350 ഓടിച്ചൊരു ശീലമേ ഉള്ളൂ. പക്ഷേ ദിസ് ഈസ് മച്ച് പവർഫുൾ, ഒരുപാട് പവർഫുൾ, അതേക്കാളൊക്കെ പവർഫുള്ളാണ്. അപ്പം കുറച്ചുകൂടെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന, ഓടിച്ച് ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ്. ഓടിക്കും തോറും നമുക്ക് ആ ഒരു ഓരോ റൈഡും ഒരു ഫീല് തരും. അതിനെന്താ പറയുക, നമ്മൾ പണ്ട് റോയൽ എൻഫീൽഡിനൊക്കെ ഒരു വികാരം എന്നൊക്കെ പറയാറില്ലേ, ആ സംഭവം അത് കിട്ടുന്നൊരു വണ്ടിയാണ് ഹാർലി X440. ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഓണർക്ക് ഇത് കൊടുക്കണമെന്ന് തോന്നുന്നില്ല, ഈ ഒരു റൈഡ് ഫീൽ ഇതിനെ കിട്ടുള്ളൂ, അത് കിട്ടുന്നുണ്ട്. ഇഫ് യു ഗോ ഹയർ മോഡൽസ് ഹാർലിക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ക്രൂയിസർ സെറ്റപ്പാണ്, അത് ഈ വണ്ടിയല്ല. ഓക്കെ, അപ്പോൾ ഇത് ഹീറോ ഉണ്ടാക്കുന്നതും കൊണ്ടും ഇതിൻ്റെ പാർട്സ് ഹീറോ നിർമ്മിക്കുന്നതും കൊണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ഞാൻ ഹാർലി X440 ചൂസ് ചെയ്തത് കുറേ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ്. കാരണം എൻ്റെ ഒരു ഫസ്റ്റ് ബൈക്ക് ഒരു അവഞ്ചർ 160 സ്ട്രീറ്റ് ആയിരുന്നു. പിന്നെ ഞാനൊരു അവഞ്ചർ 220 ക്രൂയിസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു ബെനലി ഇമ്പീരിയാലെ 400 എടുത്തു. പിന്നെ മീറ്റോ 350 കുറച്ച് നാളിട്ട് ഞാനൊരു എടുത്തു, ഒരു 1 month ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏത് വണ്ടി എടുക്കണം എനിക്കൊന്നും സാറ്റിസ്ഫൈ ആകുന്നില്ല. ലൈക്ക് അവഞ്ചർ വാസ് എ ബ്യൂട്ടിഫുൾ മെഷീൻ, അതൊരു വെറൈറ്റി ആയിരുന്നു. മീറ്റർ കുഴപ്പമില്ല, എഞ്ചിൻ ഹീറ്റ് ഉണ്ട്, അത്രയും പവറില്ല. ബട്ട് അഗെയിൻ ഞാനൊരു കൺഫ്യൂഷനിലാണ് വെച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്റർസെപ്റ്റർ 650, കോണ്ടിനെന്റൽ GT 650 ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ഈവൻ വെൻ ഫോർ എ ഹിമാലയൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. പിന്നെ ട്രംഫിൻ്റെ സ്പീഡ് 400, സ്ക്രാബ്ലർ 400, ഇതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. സൂപ്പർ മീറ്റോ 650 എനിക്ക് ഇഷ്ടമായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ. ബട്ട് റിഗാർഡിങ് അതിൻ്റെ സസ്പെൻഷൻ കുറവായതും കൊണ്ടും പിന്നെ കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ റോഡൊക്കെ കുറച്ച് മോശമല്ലേ, അവിടെ ഡസൻ വാക്കുകൾ, പിന്നെ ഒരു കാറിൻ്റെ മൈലേജ് കിട്ടുള്ളൂ. സോ അങ്ങനെയും കൂടെ നോക്കിയപ്പോൾ ഐ തോട്ട് എൻ്റെ ബൈക്കിന് എൻ്റെ കാറിനേക്കാളും മൈലേജ് വേണം. ബിക്കോസ് ഐ ഓൾറെഡി ഓൺ ടാറ്റ ടിഗോ, അതിൻ്റെ മൈലേജ് ഒരു നോർമലി ഹൈവേയിലൊക്കെ 20 കിട്ടും, അല്ലെങ്കിൽ 15, 13, 10 ഒക്കെയാണ് മൈലേജ്. അപ്പം എൻ്റെ ബൈക്ക് എന്തായാലും അത്ര മൈലേജ് കുറവായിരിക്കില്ല. ഇറ്റ് ഷുഡ് ഹാവ് ലിറ്റിൽ മോർ മൈലേജ്, ഒരു 30 കിലോമീറ്റർ മൈലേജ് വേണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ ഞാൻ ഇതെല്ലാം ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, നോക്കി. ആൻഡ് ഫൈനലി ഇത് ഓടിച്ചപ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റൈഡ് ഫീലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ലുക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിനേക്കാളും ലുക്ക് ഇഷ്ടപ്പെട്ട പല വണ്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ X440T വന്നപ്പോഴത്തേക്കും ഐ തിങ്ക് ദിസ് മോർ ഗുഡ് ലുക്കിംഗ്. ഇതിൻ്റെ ഈ X440യേക്കാളും മച്ച് ബെറ്റർ ഗുഡ് ലുക്കിംഗ് ആണ് X440T. ഇറ്റ്സ് മച്ച് ബെറ്റർ. പക്ഷേ ഇറങ്ങിയ സമയത്ത് എനിക്ക് ട്രംഫിൻ്റെ സ്ക്രാംബ്ലർ 400 ലുക്കാണ് ഈ വണ്ടിയേക്കാളും ലുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിലിപ്പം സാഡിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തപ്പോൾ ദിസ് ഇസ് മച്ച് മോർ ബ്യൂട്ടിഫുൾ. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ സസ്പെൻഷൻ. ഹാർലിയുടെ സസ്പെൻഷൻ ഈസ് സോ ഗ്രേറ്റ്. ഇറ്റ് ഹാൻഡിൽസ് ബംസ്, ചെറിയ ചെറിയ കാര്യങ്ങൾ. നല്ലൊരു കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബോട്ടം ഔട്ടായി പോകും, അതൊരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ നല്ല കട്ടിക്ക് ഒരു കുഴി പോലെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇറ്റ് ഹാപ്പൻസ് ഫ്രണ്ടിൽ. ബട്ട് നോർമലി നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നോർമലി എല്ലാ ഷോക്സും നമ്മൾ അറിയാറില്ല. ഇറ്റ്സ് സോ കംഫർട്ടബിൾ. എൻ്റെ കാർ ടിഗോറാണ്, ടാറ്റ ടിഗോർ. അപ്പം ഇനി അതിനേക്കാളും അതിൻ്റെ അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. ബട്ട് അതിനേക്കാളും കൂടുതൽ എനിക്ക് നല്ല ഒരു ബാഡ് റോഡ്സിൽ കൂടെ ഒക്കെ പോകാൻ കൂടുതൽ കംഫർട്ടും തരുന്ന ഒരു വണ്ടി ഇത് തന്നെയാണ്. ബിക്കോസ് ഐ ഫീൽ സോ ഗ്രേറ്റ്. അതിൻ്റെ സസ്പെൻഷൻ വർക്ക് സോ ഡീറ്റെയിൽലി. ഹയർ സ്പീഡ്സിലാണ്, 80, 70 പോയി ബമ്പ് ചാടിക്കോ, കുഴപ്പമില്ല. ഇറ്റ് ഹാൻഡിൽ സോ വെൽ. നിങ്ങൾക്ക് പേടി തോന്നത്തില്ല, നിങ്ങൾ വീഴത്തില്ല. നല്ലൊരു കുഴി ചാടിക്കോ, നോ പ്രോബ്ലം. സോ ഒരു സേഫ്റ്റി നമുക്ക് തോന്നുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു വണ്ടി X440യുടെ. ആൻഡ് ദാറ്റ്സ് സോ ഗ്രേറ്റ്. വണ്ടിയുടെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. വൺ ഈസ് മൈലേജ്. ഏറ്റവും മൈലേജ് ഉള്ള 440cc വണ്ടിയാണിത്, വെഹിക്കിളാണിത്. 440cc ഉണ്ട്, പവർ ഉണ്ട്, ടോക്ക് ഉണ്ട്, എവറിത്തിങ് ഇസ് ഫൈൻ ആൻഡ് യു ഗെറ്റ് എ ഗ്രേറ്റ് മൈലേജ്. അതെ, എവിടെ പോയാലും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഇതിന് മുമ്പ് ഞാൻ ഓടിച്ചിരുന്ന ഒരു അവഞ്ചർ 220 ആയിരുന്നു. പിന്നെ എനിക്ക് ബെനലി ഇമ്പീരിയാലെ 400 ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഏറ്റവും ഫസ്റ്റ് മൈലേജ് കിട്ടിയൊരു വണ്ടിയും കൂടെ ആയിരുന്നു ബെനലി ഇമ്പീരിയാലെ. മെയിൻ്റനൻസും കൂടുതലായിരുന്നു. അവഞ്ചർ ഈസ് എ പ്രെറ്റി ഗുഡ് മെഷീൻ. 220cc ക്രൂയിസ് ആയിരുന്നു. ബട്ട് ഐ എൻജോയ്ഡ് ദാറ്റ് എ ലോട്ട്. റിയലായിട്ട് പറയാം. ഇനി എനിക്കൊരു അവഞ്ചർ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി എ ഡിഫറെൻറ്റ് മെഷീൻ. ഓക്കെ, നമ്മുടെ ഈ റോഡ് കണ്ടീഷൻസിന് 220cc ഒക്കെ ധാരാളമാണ്, മതി. ട്രാവൽ ചെയ്യാനും ഹൈ സ്പീഡ്സും ഒക്കെ ധാരാളമാണ്. റൈറ്റ്, നമുക്ക് അത്രയും സ്പീഡേ പറ്റുള്ളൂ. എക്സ്പ്രസ് സൈസിൽ ഇപ്പം വണ്ടി കയറ്റുന്നുമില്ല. ഏറ്റവും വിഷമം തോന്നി എനിക്കൊരു കാര്യമാണ്, ഞാൻ ഹൈദരാബാദ് റിംഗ് റോഡിൽ കൂടെ വന്നപ്പോൾ വണ്ടി കയറില്ല. റിംഗ് റോഡിൽ കൂടെ നമുക്ക് ബൈക്സ് അലൗഡ് അല്ല. നമ്മൾ നല്ലൊരു പവർഫുൾ ബൈക്കൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അതിലൊക്കെ ഒരു 120 ഒക്കെ പോയാൽ മതി. ആ ഒരു സ്പീഡിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഹൈവേ കൂടെ നമ്മളെ അലൗ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഐ ഫെൽറ്റ് ബാഡ് അബൌട്ട് ഇറ്റ്. എനിവേ, നമുക്ക് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ, വി ഡോണ്ട് ഹാവ് ആൻ ഓപ്ഷൻ. അപ്പം മൈലേജ് എന്ന് പറയുന്നത് ഒരു 35 കിലോമീറ്റർ എന്നുള്ളൊരു മൈലേജ് എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട്, നിങ്ങൾ ഭയങ്കര കൈ കൊടുത്തല്ല ഓടിക്കുന്നെങ്കിൽ ആ ഗിയർ സെക്കൻഡ് ഗിയറിലായിക്കോട്ടെ, തേർഡ് ആയിക്കോട്ടെ, ഫോർത്ത് ആയിക്കോട്ടെ. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 19 കിലോമീറ്റർ വരെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുള്ളൂ, നമ്മൾ ഹോൾഡ് ചെയ്യും.
സെക്കൻഡ് ഗിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 19 നമുക്ക് കുറച്ചുകൂടെ കൂടി നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒരു 29-30 അതുവരെയൊക്കെ ട്രാവൽ ചെയ്യാൻ നല്ലതാണ് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത്. ഈ ഒരു സെക്കൻഡ് ഗിയർ ട്രാവൽ ചെയ്താലും ഒരു 30 കിലോമീറ്റർ മൈലേജ് അല്ലെങ്കിൽ 28 കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് കിട്ടും. ഇനി തേർഡ് ഗിയർ എന്ന് പറയുന്നത് നല്ല മൈലേജ് ഉള്ള ഒരു ഗിയറാണ്. ഒരു 30 കിലോമീറ്ററോട് 45 കിലോമീറ്റർ വരെയാണ് ഇതിനകത്ത് ഓട്ടോ ആയിട്ട് ഇതിനകത്ത് തേർഡ് ഗിയർ ഓടിക്കാൻ കാണിക്കുന്ന ഒരു ടൈം. നമുക്ക് ഗിയർ അപ്പ് ചെയ്യാനോ ഗിയർ ഡൗൺ ചെയ്യാനോ മുമ്പ് കാണിക്കുന്ന ഒരു സ്വീറ്റ് സ്പോട്ടാണ് 30 to 45. ഹൗവർ നിങ്ങൾ ഈ ഒരു തേർഡ് ഗിയറിൽ ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു മൈലേജ് എന്ന് പറയുന്നത് നമുക്കൊരു 32-33 എന്നുള്ള ഈ ഒരു മൈലേജ് അല്ലെങ്കിൽ 30 കിലോമീറ്റർ മൈലേജ് എന്നുള്ള കമ്പൽസറി കിട്ടുന്നൊരു ഗിയറാണ് ഈ പറഞ്ഞ തേർഡ് ഗിയർ. കമ്മിങ് ടു ദ ഫോർത്ത് ഗിയർ നമുക്കൊരു 45 to 60 ആണ് ഈ ഫോർത്ത് ഗിയറിന്റെ സ്വീറ്റ് സ്പോട്ട്. ഓക്കെ, അതിലാണെങ്കിലും നമുക്ക് ഏകദേശം ഈ മൈലേജ് ഒക്കെ തന്നെ ഉണ്ട്, ഒരു 30-35 ഇടയ്ക്ക് മൈലേജ് കിട്ടും. ഇനി ഫിഫ്ത്ത് ഗിയർ, കമ്മിങ് ടു ദ ഫിഫ്ത്ത് ഗിയർ, നമുക്കൊരു ഏറ്റവും കൂടുതൽ മൈലേജ് എനിക്ക് ഈ വണ്ടി കിട്ടുന്ന ഗിയറാണ് ഫിഫ്ത്ത് ഗിയർ. അത് ഓടിക്കണമെങ്കിൽ ഒരു 60 to 70, 60 to 70 അല്ലെങ്കിൽ ഒരു 50 to 70, 50 കിലോമീറ്റർ തൊട്ട് 70 കിലോമീറ്റർ വരെ സ്പീഡിൽ നമ്മൾ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫിഫ്ത്ത് ഗിയർ തന്നെ പോയാൽ മതി. ഒരു നല്ല ഹൈവേ നല്ല സ്ട്രെച്ച് ഒക്കെ ആണെങ്കിൽ ഈ ഗിയറിൽ പോകാം. ഞാൻ ഈ ഹൈവേ വന്നപ്പോൾ എനിക്ക് ഫിഫ്ത്ത് ഗിയർ ഓടിച്ച് കിട്ടിയപ്പോൾ എനിക്ക് മൈലേജ് കിട്ടി 45 കിലോമീറ്റർ ആണ്. 45 കിലോമീറ്റർ മൈലേജ് എനിക്ക് ഹൈവേ കാണിച്ചു. ഞാൻ എപ്പോഴും ട്രിപ്പി 0 ആക്കും, ഈ ഒരു ഐഡിയൽ സ്പീഡിൽ പോകും, ചെക്ക് ചെയ്തു. ഐ ഗോട്ട് 45.2, 45.3 എന്നുള്ള മൈലേജ് ഫിഫ്ത്ത് ഗിയറിൽ, 50 to 70 എന്നുള്ള സ്പീഡ്. സിക്സ്ത് ഗിയറിൽ വീണ്ടും മൈലേജ് ഡ്രോപ്പ് ആവും, കാരണം നമ്മളൊരു എബോവ് 70 പോകുമ്പോഴാണ് സിക്സ്ത് ഗിയർ ഇടുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 60, എന്നാലും ഒരു 60-60 കിലോമീറ്റർ പെർ അവർ ആണെങ്കിലും പിന്നെയൊക്കെ നമ്മുടെ സിക്സ്ത് ഗിയർ ക്യാരി ഫോർവേഡ് ആയിക്കോളും. എന്നാലും ആദ്യം നമ്മൾ ഇടുമ്പോൾ ഒരു 70 എത്തുമ്പോഴാണ് സിക്സ്ത് ഗിയർ നോർമലി ഞാൻ ഇടാറ്. സോ ഫ്രം ദാറ്റ് നമുക്കൊരു മൈലേജ് എന്ന് പറയുന്നൊരു 35 എന്നുള്ളൊരു മൈലേജ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്താണെങ്കിലും 35-36 എന്നുള്ള മൈലേജ് നമുക്ക് ഓവറോൾ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഈ ഗിയറിലാണെങ്കിലും നമുക്കത് കിട്ടും. ആൻഡ് ഈ സ്പീഡ് നിങ്ങൾ ഇനി 120, 130 ഏത് സ്പീഡിൽ പോയാലും ഈ ഒരു 35 എന്നുള്ള മൈലേജ് ഇറ്റ് വിൽ മാനേജ്. ഞാൻ ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്രൂയിസ് ചെയ്ത സ്പീഡ് 110 ആണ്. ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിലും പറയാം. മിറേഴ്സിന്റെ വിസിബിലിറ്റി കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് ഓവർ വൈബ്രേഷൻ എവിടെയില്ല. ഈ വണ്ടി നമ്മൾ എങ്ങനെ ഓടിച്ചാലും നമുക്ക് ഓവർ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് അങ്ങനെ ഒരുപാട് ഡിസ്പ്ലേസ് ആവുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് ഡീസെന്റ് ആണ്. ബട്ട് ഒരു ലോങ് ഒക്കെ പോകുമ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇച്ചിരി കുറവാണ്. സോ ഐ ഓൾവേസ് തിങ്ക് ടു റീപ്ലേസ്. ഈ മിറർ റീപ്ലേസ് ചെയ്യുമ്പോൾ വയൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഐ നീഡ് ടു റീപ്ലേസ് ദിസ് മിറർ വിത്ത് അനദർ വൺ. ഞാൻ കുറേ ആയിട്ട് ആലോചിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഐ ഡെഫിനറ്റ്ലി വുഡ് ഡു ഇറ്റ്. കുറച്ചുകൂടെ കൂടുതൽ വ്യൂ കിട്ടുന്നൊരു മിറർ എനിക്ക് വേണമെന്നുണ്ട്. ലുക്സ് പോകുമായിരിക്കും, ബട്ട് എനിവേ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ബെറ്റർ. നെക്സ്റ്റ് ഈ വണ്ടിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിലിംഗും ഉണ്ട്. ഒരു TFT ഡിസ്പ്ലേ ആണ്, ക്ലിയർ ആണ്, ഫോർ ലോങ് റൈഡ്സ് നല്ല ഉപകാരമാണ്. ടൈം മാത്രമല്ല, ലൈക്ക് 8910 കിലോമീറ്റേഴ്സ് ആയി. ആൻഡ് ഞാൻ ട്രിപ്പ് മീറ്റർ കാണിക്കാം. ഇത് 1000 കിലോമീറ്റർ കഴിഞ്ഞ് റീസെറ്റ് ആയിരിക്കുന്ന ട്രിപ്പ് മീറ്റർ ആണ്. ഓക്കെ, സോ ഐ സ്റ്റാർട്ടഡ് ഫ്രം കൊച്ചി. ഞാൻ കൊച്ചിയിൽ നിന്ന് 0 ആക്കിയിട്ട് ഞാൻ ട്രാവൽ തുടങ്ങിയതാണ്. ദെൻ ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ഫ്രം കൊച്ചി. സോ അങ്ങനെയാണ് 315 എന്ന് കാണിക്കുന്നത്. 1000 കഴിഞ്ഞ് റീസെന്റ് ആയ ബാക്കി കിലോമീറ്റർ ആണ് 315. ഇപ്പൊ 1315.2, 1315.2 ഞാൻ കിലോമീറ്റേഴ്സ് ഞാൻ ട്രാവൽ ചെയ്തു ഈ ഒരു സിംഗിൾ സ്ട്രെച്ചിൽ. ആ റീഡിംഗ് ആണ് കാണിക്കുന്നത്. അതിനെടുത്ത ടൈമാണ് 24 hours 32 minutes, 24 മണിക്കൂർ 32 മിനിറ്റ് എടുത്തു. ആക്ച്വലി നമുക്ക് ഹൈദരാബാദ് വരെ 1100 സംതിങ് കിലോമീറ്റേഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 150 കിലോമീറ്റേഴ്സും കൂടെ ഞാൻ തെലങ്കാനയിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇറ്റ്സ് കോൾഡ് വെമുലവാഡ, ഒരു ടെമ്പിൾ സിറ്റിയാണ്, അവിടെയാണ് ഞാനുള്ളത്. ഓക്കെ, ആൻഡ് എനിക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് യു ക്യാൻ സീ ഹിയർ, റൈറ്റ്. ആൻഡ് ഒരു ആവറേജ് സ്പീഡാണ് 54 കിലോമീറ്റേഴ്സ്. ഞാൻ ഈ ഒരു റോഡിൽ കാണാൻ നമുക്ക് ട്രാഫിക് ഒക്കെ വരുമ്പോൾ നമ്മൾ 20-30 ട്രാവൽ ചെയ്യും, ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യും, ലൈക്ക് ഒരുപാട് ട്രാവൽ ഉണ്ടായിരുന്നു. ബട്ട് 37.1 എനിക്ക് ആവറേജ് മൈലേജ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് 37.1. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തപ്പം കിട്ടിയ ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാംഗ്ലൂർ ട്രാഫിക്കിൽ കൂടെ ഹെവി ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ 20-ലും 30-ലും ട്രാവൽ ചെയ്ത് കുറേ ഉണ്ട്. 110, 120 ട്രാവൽ ചെയ്ത സ്പീഡുണ്ട്, 80 കോൺസ്റ്റന്റ് സ്പീഡുണ്ട്. ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓൾ ദീസ് സ്പീഡ്സ്, ഡിഫറെൻറ്റ് ടൈം, അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സ്പീഡാണ്, അല്ലെങ്കിൽ ഈ ഒരു ആവറേജ് സ്പീഡാണ് ഈ 54 കിലോമീറ്റർ എന്നുള്ളത്. ഓക്കെ, റൈറ്റ്.
ഈ വണ്ടി ഞാനിപ്പം അത്യാവശ്യമൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അത് മോഡിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി മോഡിഫിക്കേഷൻസ് ആണ്, യൂസ് ഉള്ള മോഡിഫിക്കേഷൻസ് ആണ്. ലൈക്ക് ഒരു സാഡിൽ സ്റ്റേ ഉണ്ട്. സോ സാഡിൽ സ്റ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ട്രിപ്പ് ഒക്കെ വരുമ്പം ലഗേജ് വെക്കാൻ, സോ ഇറ്റ്സ് മച്ച് ഹെൽപ്ഫുൾ. ഒരു സാഡിൽ സ്റ്റേ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് എൻഹാൻസസ് ദ ബ്യൂട്ടി ഓഫ് ദ മോട്ടോർ സൈക്കിൾ. കാരണം പലരുടെ ഒരു കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ റിയറിൽ നിന്നുള്ള ലുക്ക്, അല്ലെങ്കിൽ റൈസ്ഡ് ബമ്പേഴ്സ് ആണ് ടയർ ആൻഡ് ദ ഗ്യാപ്പ്. പക്ഷേ നമുക്ക് ഈ ഒരു സാഡിൽ സ്റ്റേ ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസമൊന്നും പിന്നെ മനസ്സിലാകില്ല. സോ മോട്ടോർ സൈക്കിൾ ആക്ച്വലി ലുക്സ് മോർ ബ്യൂട്ടിഫുൾ. പിന്നെ ഇതൊരു ബോക്സ് വെക്കുന്ന ഒരു റാക്കാണ്. യു ക്യാൻ ഫിക്സ് റിമൂവബിൾ ബോക്സ് വെക്കാൻ പറ്റുന്ന ഫിറ്റിംഗ്. ആൻഡ് എ ബാക്ക് സ്റ്റേ, ഒരു ബാക്ക് സപ്പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സനാടെ. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഗുഡ്, നല്ലതാണ്, ഇറ്റ്സ് ബെറ്റർ, റൈറ്റ്. ആൻഡ് പിന്നെ ഒരു നക്കിൾ ഗാർഡ് ആൻഡ് ദിസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് മാത്രമാണ്. പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ ആൻഡ് സച്ച് മോഡിഫിക്കേഷൻസ്, അത് മാത്രമാണ് ചെയ്തേക്കുന്നത്. കൂടുതലും ഒരു യൂസർ ഫ്രണ്ട്ലി, നമുക്ക് ഉപയോഗിക്കാൻ ഗുണപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ. ഒരു വിൻഷീൽഡ് ഞാൻ ആഡ് ചെയ്തിരുന്നു, മോട്ടോടോക്കിൻ്റെ വിൻഷീൽഡാണ് നമുക്ക് ഇതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാർലിയുടെ ഒരു വിൻഷീൽഡ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് സ്മോൾ, ചെറിയ വിൻഷീൽഡാണ്. അത് നമുക്ക് വലിയ ഇൻട്രൊഡക്ഷൻ ഇല്ല. പിന്നെ ഒരു മോട്ടോടോക്കിൻ്റെ ഒരു വിൻഷീൽഡ് ഞാൻ ആഡ് ചെയ്ത് നോക്കി. പക്ഷേ അതും ഒരു ഹാഫ് വൈസറാണ്. നമ്മൾ ലോങ് ഡ്രൈവിൽ ഇപ്പോൾ ഹൈവേയിലൊക്കെ ഒരു 90 എബോവ് 80 ട്രാവൽ ചെയ്യണമെങ്കിൽ അത് പിന്നെയും പ്രശ്നമാണ്. കാരണം കാറ്റ് മൊത്തം ഹെൽമെറ്റ് ബഫറ്റിംഗ് ആണ്, ഹെൽമെറ്റിലേക്ക് കാറ്റടിക്കും. പിന്നെ നമുക്കതൊരു 90 എബോവ് 90 to 120 ഒക്കെ ക്രൂസ്, 110 അതാണ് എൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട്. അപ്പോൾ അത് അങ്ങനെ ക്രൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഐ ആഡഡ്, ആ വിൻഷീൽഡ് ഞാൻ ആഡ് ചെയ്തു, പിന്നെ റിമൂവ് ചെയ്തു. ആ വിൻഷീൽഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പക്ഷെ നോക്കണം നമ്മുടെ അറ്റ്ലീസ്റ്റ് നോസിൻ്റെ ഒപ്പമെങ്കിലും അതിൻ്റെ പൊക്കം വേണം. ആ വിൻഡ് മൊത്തം നമ്മുടെ തലയുടെ മേളിൽ കൂടെ കവർ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലോങ് ഡ്രൈവിന് വിൻഷീൽഡ് ഗുണകരമുള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വേസ്റ്റ്. ബെറ്റർ ടു ട്രാവൽ വിത്തൗട്ട് എ വിൻഷീൽഡ്. നല്ലൊരു ഹെൽമെറ്റും നല്ലൊരു കോട്ടും ജാക്കറ്റും ഉപയോഗിച്ചാൽ മതി. ഇറ്റ്സ് ബെറ്റർ ടു ട്രാവൽ ഇൻ ദാറ്റ് വേ ദാൻ ഹാവിങ് എ വിൻഷീൽഡ് ഹാഫ് ഹൈറ്റ് ഫോർ ലോങ് ട്രാവൽ. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡ്രോപ്പ് യു കമൻറ്റ് ഓർ ലൈക്സ്, ബിക്കോസ് അപ്രിസിയേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? എനിവേ, ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തതല്ലേ, ലൈക്ക് സോ ഇറ്റ് കീപ്സ് മീ ഡൂയിങ് ദിസ് സ്റ്റഫ് ആൻഡ് തിങ്സ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐ എം എ ടീച്ചർ. ആൻഡ് ഇതൊക്കെ ബട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഹോബിയാണ്. ലൈക്ക് ഹാവിങ് ബൈക്സ്, റൈഡിങ് ബൈക്സ് ഒക്കെയാണ്. ലൈക്ക് നല്ല സ്ട്രെസ്സൊക്കെ തോന്നുമ്പം റൈഡിങ് എന്ന് പറയുന്നത്, ബൈക്ക് റൈഡ് എന്ന് പറയുന്നത്, ലൈക്ക് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് എ റിലാക്സേഷൻ, മെഡിറ്റേഷൻ എന്നൊക്കെ പറയാം. ദിസ് ഇസ് ഹൗ ഇറ്റ് ഹെൽപ്സ് മീ, ഇറ്റ് റിലീവ്സ് മീ, റൈറ്റ്? യാ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.